ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡിഫറെൻ്റ് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. ടോപ്പിക് എന്ന് പറയുമ്പം ഹൗ ടു ബഡ്ജറ്റ് ആൻഡ് ഇൻവെസ്റ്റ് എവറി മന്ത് ഇൻ 2025. ഇതെന്ന് പറയുമ്പം ആസ് എ നേഴ്സ് ആൻഡ് എ ഹോം മേക്കർ, how I make a budget in my ഡെയിലി ലൈഫ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായി സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ. ബട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിഗിനേഴ്സിന്, അതായത് ബഡ്ജറ്റ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ നമുക്ക് ബഡ്ജറ്റ് എങ്ങനെ ചെയ്ത് തുടങ്ങാം എന്നത്, അതിനെപ്പറ്റി കുറച്ചും കൂടെ വിശദമായിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ പറഞ്ഞു വരുമ്പം ഇപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സണെ സംബന്ധിച്ച് എന്തായാലും ഒരു ബഡ്ജറ്റ് മേക്ക് ചെയ്ത് നമ്മൾ എക്സ്പെൻസുകൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ബഡ്ജറ്റിങ് ഒരു വർക്കിംഗ് പേഴ്സണെ സംബന്ധിച്ച് ഒരു മാസം തോറും നമുക്ക് ഒരു എമൗണ്ട് സാലറി കിട്ടും. ഈ സാലറി ഇപ്പം ഒരു യങ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കിട്ടുന്ന സാലറി എല്ലാം കൂടുതൽ ഷോപ്പിങ്ങിന് ഇതിനൊക്കെ ആയിട്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചിലവഴിക്കാറുണ്ട്. പിന്നെ സേവ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നത് പിന്നെ കുറച്ചും കൂടെ ഏജ് ആകുമ്പോഴത്തേനായിരിക്കും നമ്മൾ സേവിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത്. ഞാനായാൽ പോലും ഞാൻ എൻ്റെ 30s ഞാൻ സേവിങ്ങിനെ പറ്റി ചിന്തിച്ച് തുടങ്ങിയത്. അതിനു മുന്നേ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഡ്രസ്സ് മേടിക്കാൻ, ഫുഡ് കഴിക്കാൻ ഒക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ വർക്കിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ സാലറി എന്ന് പറയുമ്പോൾ 25,000 ഇന്ത്യൻ റുപ്പി. 25,000. ആ 25,000 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്. സേവിങ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10,000 സാലറി മേടിക്കുന്നവരും ഒരു 1 lakh സാലറി മേടിക്കുന്നവരും ബഡ്ജറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് ചിലവാക്കുന്നു എന്നത് നമ്മളൊന്ന് ഒരു ഡോക്യുമെൻ്റായിട്ട് എഴുതി വെക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു സ്പെൻഡിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം 10,000 മേടിക്കുന്നവരാണെങ്കിലും 1 lakh മേടിക്കുന്നവരാണെങ്കിലും അത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്തു പോകുമ്പം നമ്മൾ ഒരു ഡിഫറെൻ്റായിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ അതിലൊരു വളരെ വലിയൊരു ചേഞ്ച് നമുക്കുണ്ടാകും. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ മേടിക്കുന്ന സാലറിയിൽ ഒരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്യാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട്, അതെന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഹാബിറ്റായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമ്മളിത് അറിഞ്ഞിരിക്കണം. അതായത് ഫസ്റ്റ്ലി നമ്മളുടെ ഇൻകം, ഒരു ബേസിക് ഇൻകം ഉള്ളവർക്ക് മാത്രമേ സേവ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അപ്പം നമ്മളുടെ ഇൻകത്തെ പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇത്ര ഇൻകമാണ് നമുക്ക് വരുന്നത്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യാവോ എന്നതിനെ പറ്റി ഒരു ഉൾബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മുടെ സാലറി ആകാം, പിന്നെ
ഒരു ഇൻകം വരുന്ന എന്ന് പറയുമ്പോൾ സാലറി, മറ്റ് എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകളുണ്ടായിരിക്കും. അതായത് ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ളത്. പിന്നെ നോർമൽ സാലറി വരുന്നത്, ഇതൊക്കെ ഒരു ഇൻകം സോഴ്സുകളാണ്. അപ്പോൾ ഈ ഇൻകം സോഴ്സ് കറക്റ്റായിട്ട് നമ്മൾ ഒരു എത്ര എമൗണ്ട് നമുക്ക് കിട്ടുന്നു എന്നതിനെക്കുറിച്ച് നമ്മളൊരു ഐഡിയ ഉണ്ടാകുന്ന അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം, എവിടെ നമ്മൾ തുടങ്ങണം എന്നതിനെപ്പറ്റി, ബഡ്ജറ്റിങ്ങിന് എവിടെ തുടങ്ങണം എന്നതിനെപ്പറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഒരു റൂളാണ്. ഡിഫറെൻറ്റ് റൂൾസ് ഉണ്ട്. ഈ നമ്മളുടെ കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം എന്നതിനെ പറയുന്ന പല റൂൾസ് ഉണ്ട്. അതായത് ഫിനാൻസിൽ പല റൂൾസ് ഉണ്ട്. അതിലൊന്നാണ് 50-30-20 റൂൾസ് ഉണ്ട്. പിന്നെ വേറൊന്നുണ്ട് 70-20-10 റൂളുണ്ട്. ഇതിൽ എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള റൂളാണ് 50-30-20 എന്ന് പറയുന്നത്. അതായത് ദാറ്റ്സ് എ സിമ്പിൾ വേ ടു ഇതാണ് 50-30-20 റൂൾ എന്ന് പറയുന്നത്. അതിൽ എന്ന് പറയുമ്പോൾ 50% എന്ന് പറയുമ്പോൾ നമ്മുടെ നീഡ്സിന് വേണ്ടിയായിരിക്കണം യൂസ് ചെയ്യേണ്ടുന്നത്. നീഡ്സ് എന്ന് പറയുമ്പം റെൻറ്റിനാകാം, ഗ്രോസറീസാകാം, ബിൽസ് ആകാം. പിന്നെ 30% ഫോർ വോൺസ് എന്ന് പറയുമ്പം നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി എടുക്കുന്നത്, എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് ഏതെങ്കിലും സിനിമ കാണാൻ പോകുന്നതിന്, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിന്, ഇതൊക്കെയാണ് 30% നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കി വരുന്ന 20% അതാണ് നമ്മൾ സേവിങ്ങിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സിലെല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടുന്നത്. ഇതാണ് നമ്മുടെ ഫോക്കസ്. അതായത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൂടാതെ ഇനി അതിന് മുന്നേ ആയിട്ട് ഞാൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ റൂളിനെ പറ്റി പറയുന്നതായിരിക്കും. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഈ 20% സേവിങ് പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 10-5-5 എന്ന് പറഞ്ഞ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ 10% എന്ന് പറയുമ്പം മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, അതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം 10%. പിന്നെ വരുന്ന 5% അതെന്ന് പറയുമ്പോൾ റെക്കറിങ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എമർജൻസി ഫണ്ടിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വരുന്ന 5% എന്ന് പറയുമ്പോൾ ലോങ് ടേം ഗോൾസ്. അതായത് ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു ഡ്രീം ഹോം ഉണ്ടാകുന്നതിനെ പറ്റി, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡ്രീം ട്രിപ്പിന് വേണ്ടി ഒക്കെ നമ്മൾ പൈസ സേവ് ചെയ്യുന്നതിനാണ് ആ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അപ്പം റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പം നമുക്ക് ബാങ്ക് വഴി ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഇത്ര % ഓരോ മാസവും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇത്ര വർഷത്തിനുള്ളിൽ അത് നമുക്ക് വിഡ്രോ ചെയ്യാം ടോട്ടലിൽ. അപ്പോൾ നമുക്കൊരു ഇത്ര % നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും കിട്ടും. ഐ തിങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കുറച്ചും കൂടെ നല്ലത് റെക്കറിങ് ഡെപ്പോസിറ്റാണ്. പിന്നെ വരുന്നതാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്നൊരാവശ്യം വരികയാണ്. അപ്പോൾ നമുക്ക് ഈ സേവിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾ എമൗണ്ട് എടുക്കാതെ നമുക്ക് ഇങ്ങനൊരു ഫണ്ട് നമ്മൾ വേറെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചും എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ് ഈ 5% വരുന്നത്. ഓക്കെ, നമുക്ക് ഈ എമൗണ്ടുകളെല്ലാം ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ആയാലും അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സും പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ പേടിഎം മണി, പിന്നെ സെറോദ, ഗ്രോ, പിന്നെ അപ്സ്റ്റോക്സ് എന്ന കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. ഇതെല്ലാം ഒരു ഏജൻസികളാണ്. അതായത് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികളാണ്. ഇതിൽ ചിലർ ബ്രോക്കറേജ് ഫീസൊക്കെ
എടുക്കാറുണ്ട്. പക്ഷേ പേടിഎം മണി എന്ന് പറയുന്നത് അതിൽ 0 ബ്രോക്കറേജാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് പേടിഎം മണിയാണ്. നേരത്തെ അപ്സ്റ്റോക്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അക്കൗണ്ട് ഇപ്പം അതിൽ നിന്ന് മാറി. ഇപ്പം ഞാൻ പേടിഎം മണിയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 4 ആണ് ട്രാക്ക് ആൻഡ് അഡ്ജസ്റ്റ് മന്ത്ലി. അതായത് ഓരോ മാസവും നമ്മൾ റിവ്യൂ ചെയ്യണം, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊടുക്കണോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ എല്ലാ മാസവും നമ്മൾ റിവ്യൂ ചെയ്യണം. ചില മാസം നമുക്ക് എന്ന് പറയുമ്പോൾ സ്പെൻഡിങ് കൂടുതലായിരിക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അധികം കാശ് കാണണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസത്തേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റിലോട്ട് കുറച്ചും കൂടെ ഇടാനായിട്ട് പറ്റണം. അത് നമ്മളെപ്പോഴും ഒരു റിവ്യൂ ഉണ്ടായിരിക്കണം മന്ത്ലി. അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. ഇപ്പം ഓരോ മാസം കറക്റ്റ് എമൗണ്ട് കൊടുക്കുന്നതിനേക്കാളും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. പെർഫെക്ഷനേക്കാളും കൺസിസ്റ്റൻസി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 5 ഈസ് ബോണസ് ടിപ്പാണിത്. ഇതെന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുക. ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സക്സസ് വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ സേവിങ്സിൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ മണി മാത്രമല്ല ഇതിൽ കാര്യം എന്ന് പറയുന്നത്. ഇതിലൊരു നമുക്ക് ഒരു പർപ്പസും അതിൽ നമുക്കൊരു പീസ്ഫുള്ളായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുള്ളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ UK എൻ്റെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ മോൺസോ എന്ന് പറഞ്ഞൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിലാണ് ഞാൻ എൻ്റെ സേവിങ്സുകൾ ഇടുന്നത്. അതായത് അവിടെ ഞാൻ ചെയ്യുന്ന വേറൊരു ഡിഫറെൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 ബാങ്ക് അക്കൗണ്ടുകൾ എനിക്കുണ്ട്. ആ 3 അക്കൗണ്ടുകളും ഡിഫറെൻ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സാലറി വരുന്ന അക്കൗണ്ട് എന്ന് പറയുമ്പം HSBC ബാങ്കാണ് സാലറി വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ മോൺസോ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് സേവിങ്സിൽ, അതായത് എനിക്ക് സാലറി വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് ഈ അക്കൗണ്ടിലോട്ട് ഇടും സേവിങ് ആയിട്ട്. അത് ഞാൻ അങ്ങനെ ഉടനെ മീൻസ് അധികം എടുത്ത് ചിലവാക്കാൻ നോക്കത്തില്ല, അതിൽ തന്നെ ഇട്ടേക്കും. പിന്നെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, അതാണ് ഷോപ്പിങ്ങിന് മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു അക്കൗണ്ട്. അത് ഞാൻ ഉപയോഗിക്കുന്നത് റിവോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. And this is how I budget and invest every month, a system that keeps me peaceful and financially steady. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിൽ ഞാൻ അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായി അറിയണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം കൂടി, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് how you manage your monthly money, or if you would like a free budgeting template. Don't forget to like, subscribe and share this with someone who is ready to start their financial budgeting. ഈ വീഡിയോ കണ്ട കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു കോൺഫിഡൻസും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ഈ സേവിങ് എന്ന് പറയുന്നത്.
കുറച്ചധികം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർക്കുക. എല്ലാവരും സേവിങ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങളുടെ ഇൻകത്തിനെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.